മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നേരത്തെ നമ്മളറിയാം, CPM നേതാവായിരുന്ന വിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണമുയർന്ന ഒരു സംഭവം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടാവുന്നത് ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം അത് CBIക്ക് വിടാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച വിജ്ഞാപനം അല്പസമയത്തിനകം പുറത്തിറങ്ങും. നേരത്തെ കുടുംബം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. അതനുസരിച്ചുകൊണ്ടാണ് തീരുമാനമുണ്ടാവുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കുടുംബം CBI അന്വേഷണം ആവശ്യത്തിൽ ഉറച്ചു നിന്നതാണ്. പക്ഷേ സർക്കാർ ആ നിലപാടെടുത്തില്ല. ഒടുവിൽ അവർ കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി CBIക്ക് ഇപ്പോൾ വിടേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോലും പോയിട്ടും അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ട് കിട്ടിയിരുന്നില്ല. ഇതാ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഇക്കാര്യം CBIക്ക് വിട്ടുകൊണ്ട്, ഈ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കുമ്പോൾ സ്വാഭാവികമായും CBIക്ക് അത് ഏറ്റെടുക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്കറിയാം, കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ വിവാദം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. നവീൻ ബാബുവിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ചു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ നീക്കമുണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ നീക്കം പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PP ദിവ്യ എന്ന CPM നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഏറെക്കുറെ ഇല്ലാതാക്കിയ സംഭവമായി കൂടി ഇത് മാറുകയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് അവർ. അങ്ങനെയെങ്കിൽ ആയിരുന്നു CPMൻ്റെ കണക്കുകൂട്ടലും. പക്ഷേ കാര്യങ്ങൾ മാറിമറിയുന്നു. അടുത്ത നടപടികളും നീക്കങ്ങളുമാണ് പിന്നീടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന നടപടികളിലേക്കും വരുന്നത്. എന്തായാലും അന്ന് രാഷ്ട്രീയപരമായി CPMനും അന്നത്തെ സർക്കാരിനുമെതിരെ നിലപാടെടുത്ത UDF പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ അത് CBIക്ക് കൈമാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട നീക്കമായി മാറുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രതീക്ഷിച്ചതാണ് ഈ തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രി അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തോട് അനുഭാവപൂർവ്വമായി നിലപാടെടുക്കുന്നു. വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങുമോ? ഇന്നലെയാണ് സജിത്ത് നവീൻ ബാബുവിൻ്റെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയും അതോടൊപ്പം മറ്റ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഴകുളം മധുവിനോടൊപ്പം എത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കുടുംബം പോലീസിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഈ അന്വേഷണം കൊണ്ട് നിജസ്ഥിതി പുറത്തു വരികയില്ല എന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചത്. ആഭ്യന്തരമന്ത്രിയുമായും അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇതിൽ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ തിരക്കിട്ടൊരു ചർച്ച സർക്കാർ തലത്തിൽ നടന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള ശുപാർശ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമായി കൂടിക്കാഴ്ച, ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് വിവരം. ഇതിൻ്റെ ഔദ്യോഗികമായ വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. അന്വേഷണം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ CBI തന്നെയായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക. അതേസമയം സർക്കാർ അത്തരത്തിലൊരു ശുപാർശ മുമ്പോട്ട് വയ്ക്കുകയാണ്. കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം തന്നെ, അതായത് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം. PP ദിവ്യ ഏത് തരത്തിലാണ് ഇതിലൊരു സമ്മർദ്ദം ചെലുത്തിയത്, അതിൽ മാനസികമായി വലിയ തരത്തിൽ അദ്ദേഹം സമ്മർദ്ദത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ജീവനൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നവീൻ ബാബുവിനെ എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതിൽ PP ദിവ്യയുടെ ഇതിലെ പങ്ക് എന്താണെന്ന് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. അതിൽ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ലെന്നും പോലീസ് അന്വേഷണത്തിലൂടെ ആ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരികയില്ല എന്നുള്ള വിമർശനമാണ് അവർ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഉന്നയിച്ചത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ആവശ്യം മാനിച്ച് സർക്കാർ അത് CBI അന്വേഷണത്തിൽ ശുപാർശ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. അതിനുശേഷം CBIക്ക് അത് കൈമാറുന്നതാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോള്. അതിനുശേഷമായിരിക്കും CBI ആയിരിക്കും അതിൽ അന്വേഷണം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതിലൊക്കെ നിലപാട് അറിയിക്കുക. എന്തായാലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഡാൻ, ഒരു ചെറിയ സംശയം, നിയമപരമായ വിഷയമാണ്. ഒരുപക്ഷെ നിയമവിദഗ്ധർ തന്നെ ഇതിൽ നിലപാട് പറയേണ്ടി വരുന്നതാണ്. അതായത് നേരത്തെ ഈ CBI അന്വേഷണ ആവശ്യം കോടതി തള്ളിയതാണ്. അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാർ ഒരു ശുപാർശ നൽകിയാൽ ഈ കോടതി ആ നിലപാടെടുത്തത് കൊണ്ട് തന്നെ CBI അന്വേഷണം ഏറ്റെടുക്കുമോ ഇല്ലയോ, അതൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും അതിലൊരു നിയമപ്രശ്നം എന്തായാലും വരും. കാരണം നിലവിൽ ഒരു അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം തുടരുന്നതിനിടെയാണ് CBI അന്വേഷണം ആവശ്യമില്ല എന്ന കാര്യം കോടതി എന്ന് പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കവേ ആ കുടുംബം സമാന്തരമായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു ശുപാർശ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി പ്രതിഭാഗം കോടതിയിൽ വീണ്ടും ആ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമായിരിക്കും. കാരണം നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ എന്ത് കാരണം കൊണ്ടാണ് CBI ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടത് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ രാഷ്ട്രീയമായി ചില കാരണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം വരും. കാരണം അതിനെ ഒരു രാഷ്ട്രീയ പകപോക്കലിനുള്ള ഒരു നീക്കമായി UDF അതിനെ കാണുകയാണ് എന്ന തരത്തിലേക്കൊക്കെ പ്രതിഭാഗം വാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കോടതി അതിൽ ഏത് തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുമെന്നതാണ് ശ്രദ്ധേയം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പരാതി നൽകിയിരിക്കുന്നത് കുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ പരാതിയിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ആരോപിക്കാൻ പ്രതിഭാഗത്തിന് കഴിയില്ല. എന്താണ് ആ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ അത് കൃത്യമായി കോടതിയുടെ ശ്രദ്ധയിൽ വരുന്ന സാഹചര്യമുണ്ടാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ CBIയും അന്വേഷണം ഏറ്റെടുക്കണമോ വേണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ചോദ്യം വലിയ തരത്തിൽ പ്രസക്തമായി ഉയരുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ അന്വേഷണം CBIക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നതോടെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായി മാറുകയാണ്. കാരണം UDFനെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CBI ഇനി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന നിലപാട് സർക്കാരിന് എടുക്കുകയും ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ അതേ നിലപാട് തന്നെ എടുത്തു. ഇനി CBI അന്വേഷണം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും പോലും സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനം, സർക്കാർ തീരുമാനം ആ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ UDFനും ഈ സർക്കാരിനും കഴിയും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ. തീർച്ചയായിട്ടും അതിൽ കൃത്യമായൊരു രാഷ്ട്രീയമായ ഇടപെടൽ തന്നെയാണ് UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം പഴകുളം മധുവാണ് ഇതിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കുടുംബത്തിനൊപ്പം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ കുടുംബത്തെ എത്തിച്ച് ഇങ്ങനെയൊരു ആവശ്യം, അതായത് ഇപ്പോൾ പോലീസ് നടത്തുന്ന അന്വേഷണം മുഖവിലക്കെടുക്കാനാവില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ സുതാര്യമായല്ല ആ നടപടിക്രമങ്ങൾ ഇതിനോടകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടിവരും. അങ്ങനെ ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോഴും നിലവിൽ ആഭ്യന്തര വകുപ്പ് UDF ആണ് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ പോലീസിൻ്റെ അന്വേഷണം സുതാര്യമായിട്ടല്ല നടക്കുന്നതെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം കുടുംബം തന്നെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. കുടുംബം ഇങ്ങനൊരു ആവശ്യം മുമ്പോട്ട് വച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ഇങ്ങനെയൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു സംസ്ഥാന സർക്കാർ. കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ CBIയുടെ തീരുമാനമാണ് വരേണ്ടതുള്ളത്. എന്തായാലും സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണ ശുപാർശകൾ CBI അംഗീകരിക്കുകയും അതനുസരിച്ചുള്ള അന്വേഷണം ഏറ്റെടുക്കുകയാണ് പതിവ്. ഇക്കാര്യത്തിൽ പക്ഷേ ഒരു കോടതി ഇടപെടൽ ഉണ്ടായത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, CBI കൂടി ഈ കേസിലേക്ക് വരുന്നതോടുകൂടി CPMനും മുൻ സർക്കാരിനും മുന്നിൽ, ഒപ്പം പ്രത്യേകിച്ച് PP ദിവ്യയ്ക്ക് മുന്നിലും വലിയ തരത്തിലുള്ള പ്രതിരോധം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്, വെല്ലുവിളി ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. കാരണം ഇതിൽ ഗൂഢാലോചന നടന്നു എന്ന കാര്യമാണ് അന്വേഷിക്കുന്നത്. ഇതുവരെ ഈ കേസിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതിൽ ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, മറ്റിടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം ഉണ്ടായിരിക്കുന്നത്. അതേസമയം PP ദിവ്യ അന്ന് നടത്തിയ ചില പരാമർശങ്ങൾ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്, അതിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇതിൽ സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ ഇനി നടക്കാൻ പോകുന്ന അന്വേഷണം എന്നുള്ളത്. അത് നവീൻ ബാബുവിൻ്റെ ഈ കേസിൽ നടക്കാൻ പോകുന്ന അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതിൽ ഇനി UDF സർക്കാരിന് അവരുടെ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇതിൽ ഉണ്ടാവുന്നത്. CBI അന്വേഷണം ഉണ്ടാകുമോ? എന്തായാലും കുടുംബം ഈ അന്വേഷണ തീരുമാനത്തെ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം തങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൽ വ്യക്തത വേണമെന്ന കുടുംബം ഭാര്യയുമൊക്കെ ആവശ്യപ്പെട്ടതാണ്. എന്തായാലും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായിട്ടല്ല നടന്നത്, വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചെയ്യേണ്ട മറ്റൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതിന് പിന്നിൽ മറ്റു ഇടപെടലുകൾ ഉണ്ടായി എന്ന
ആരോപണം കുടുംബം ഉന്നയിച്ചു. അതിൽ തന്നെയാണ് ഇപ്പോൾ വ്യക്തത ഇനി ഉണ്ടാവേണ്ടത്. അതിലാണ് തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് സംബന്ധിച്ച ഒരു നീക്കം തന്നെയാണ് ഇനി വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാവാൻ സാധ്യത. അതാണ് ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുന്നത്.